ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പായസമാണ്. പക്ഷേ ഈസി ആയിട്ട് ഞാൻ ഇന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നോർത്തൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഈസി സ്റ്റെപ്പായിട്ട് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ മേലിൽ നിന്ന് തൊലി ഇങ്ങനെ മാറ്റിയെടുത്ത് ഇനി ഈ ക്യാരറ്റ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞ് എല്ലാ ക്യാരറ്റ് മാറ്റി വെക്കുക. ഞാനിത് ഒരു 1.5 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 kg അല്ലെങ്കിൽ 1 kg ക്യാരറ്റ് എടുത്ത് നോക്ക്. നല്ല സൂപ്പർ ടേസ്റ്റി ഹലുവ ആണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം ഷുവറായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് മൊത്തം ക്യാരറ്റ് നമ്മൾ കുക്കറിലോട്ട് ഇങ്ങനെ ഇടാം. ഞാൻ ഈ അളവ് പറയുന്നത് ഒരു 1.5 കിലോ ക്യാരറ്റ് വേണ്ടിയാണ്. അത് അനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊള്ളണം. ഇതിൽ നമ്മൾ ഒരു 1.5 കപ്പ് പാലിട്ടിട്ടുണ്ട്. ഈ ക്യാരറ്റിൻ്റെ കൂടെ 1.5 കപ്പ് പാല്. പിന്നെ നമ്മൾ അതിൽ ഒരു 2-3 വിസിൽ എടുക്കാം. ഫുള്ളിൽ വെച്ച് നമുക്ക് വിസിലെടുക്കാൻ പറ്റും. 2-3 വിസിലായി. ഇനി ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചും ചെയ്യാൻ പറ്റും. കൂടുതൽ ഉടയൊന്നും ഇല്ല. ജസ്റ്റ് ആ പാല് പറ്റാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ തവി വെച്ച് തന്നെ ഇത് നല്ലപോലെ ഉടഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാല് കാണുന്നില്ല, ഇത് തിളപ്പിച്ച് നമുക്ക് പറ്റിയെടുക്കണം. പറ്റിയാലേ ഇത് നല്ല ടേസ്റ്റി ഹലുവ റെഡി ആവത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുക. തിളച്ച് പാലെല്ലാം റെഡി ആയി കഴിഞ്ഞ് ഒരു വേറെ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കണം. ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറുതായിട്ട് ഗോൾഡൻ ആവുന്നവരെ ഇത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചേക്കാം. ചെറുതായിട്ട് ഗോൾഡൻ ആയിട്ടുണ്ട്, മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ കുറച്ച് കിഷ്മിഷ് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് കറുത്ത കിഷ്മിഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏതുണ്ട് അത് അവൈലബിൾ, അത് ചെയ്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ പാലിന് വേവിച്ചെടുത്ത് ക്യാരറ്റ് ഇതിൽ ഇടാം. ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ മൊത്തം ക്യാരറ്റ് ഇതിൽ ഇടാൻ പോവുകയാണ്. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യണം. ഇതിൽ കാണുന്ന ഈ പാലും നെയ്യും എല്ലാം നല്ലപോലെ മിക്സായി നല്ല ഡ്രൈ ആയി വരണം. അതുവരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഒരു മിനിമം ഒരു 10-12 മിനിറ്റെങ്കിലും എടുക്കുമായിരിക്കും നല്ലപോലെ ആ പാലൊക്കെ പറ്റി വരാൻ വേണ്ടി. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ നല്ലപോലെ മിക്സ് ആയിക്കോളും, അത് ഉടഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് പതിയെ നല്ല സോഫ്റ്റും ആവും, പിന്നെ നല്ലപോലെ ഉടഞ്ഞും വരും. ഇനി ഈ സ്റ്റേജിൽ കണ്ടോ 10 മിനിറ്റായി. ഇപ്പോൾ ഈ പാല് മൊത്തം പോയിട്ടുണ്ട്. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ടോട്ടൽ നമ്മൾ 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലൊട്ടും ഇല്ല, നല്ല ഹൽവ പോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഷുഗർ ഇടണം. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഏത് കപ്പ് വെച്ച് നമ്മൾ പാലെടുത്ത് 1.5 കപ്പ് പാലെടുത്ത് അതേ കപ്പ് വെച്ച് 1 കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ കുറവോ കൂടുതലോ എങ്ങനെ നിങ്ങൾ മധുരം ഇഷ്ടമുണ്ട് ആ രീതിയിൽ എടുക്കാൻ പറ്റും. ഷുഗർ എടുത്തു കഴിഞ്ഞ് നമ്മൾ കാണും അപ്പോൾ ഇച്ചിരി കൂടി വെള്ളമാവും. നമ്മൾ ഈ ഷുഗർ പാനിയായി വരും. അപ്പോൾ അത് ഇച്ചിരി കൂടി വെള്ളമായി മാറ്റും. അപ്പോൾ കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആ വെള്ളം പോകണം. വെള്ളം പോകാതെ അതിൻ്റെ ആ ടേസ്റ്റ് വരില്ല. ആ വെള്ളം മൊത്തം പോയി വരണം. അതുകൊണ്ട് ഷുഗർ ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഓൾമോസ്റ്റ് വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. നല്ല മണം വരുന്നത്. ആ അരോമ തന്നെ നമുക്ക് ഫുൾ ഹൗസിൽ ആ ഒരു നല്ല ടേസ്റ്റി അരോമ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇതിൽ ഇടുന്ന ഇച്ചിരി ഏലക്കാപ്പൊടിയാണ്. 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂവും കിഷ്മിഷും ഇത് രണ്ടും ഇതിൽ ഇട്ട് മിക്സ് ആക്കാം. അപ്പം നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഐ എം ഷുവർ ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വിഭവമായി മാറും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്ത് പറയണം റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന്.